حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻ്റെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും സമാധാനപൂർണമാക്കണമെങ്കിൽ, സമാധാനത്തോടു കൂടിയുള്ളതാകണമെങ്കിൽ ആത്മീയമായ ജീവിത രീതി അവൻ സ്വീകരിക്കണമെന്നത് അല്ലാഹു നിബന്ധന വച്ചിരിക്കുകയാണ്. ആത്മീയമായ ജീവിതത്തിന് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും വിശ്വാസികൾക്ക് സമാധാനം നേടിത്തരികയുള്ളൂ. നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ദുനിയാവിൻ്റെ സന്തോഷങ്ങളെല്ലാം വാരിക്കൂട്ടുകയും ആനന്ദിക്കുകയും അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് ജീവിതാസ്വാദനം എന്ന് നമ്മൾ വിചാരിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ മനുഷ്യരും അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്ത് ഹരങ്ങളിൽ മുഴുകി രസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ
ആത്യന്തികമായി ആനന്ദമോ സംതൃപ്തിയോ അനുഭവിക്കുന്നവരല്ല. പുറമേ നിന്ന് നമുക്ക് തോന്നുകയാണ് അവരുടെ ജീവിതമാണ് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ജീവിതം, ഏറ്റവും സന്തുഷ്ടകരമായ ജീവിതം അവരാണ് നയിക്കുന്നത്. അങ്ങനെയാണല്ലോ കളർഫുള്ളായ ലൈഫ് എന്നാണല്ലോ നമ്മൾ പറയാം. അത് ഈ ഭൗതികവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതാണ് സകലതും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരാണ് സന്തുഷ്ട ജീവിതത്തിന്റെ ഉടമകൾ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും മാനസികമായ പല പിരിമുറുക്കങ്ങൾ കൊണ്ടും അസംതൃപ്തികൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും നമ്മൾ ഈ കാണുന്ന കളർഫുൾ ലൈഫിന്റെ ഉടമകൾ ഞെരുങ്ങുന്നതും പ്രയാസപ്പെടുന്നതും നമ്മൾ അറിയാതെ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്ത് സമാധാനവും കൺകുളിർമയും വേണമോ, മരണാനന്തര ജീവിതത്തിലും അതേ സമാധാനവും കൺകുളിർമയും അവർക്ക് ജീവിതത്തെ നോക്കുമ്പോൾ സ്വയം അവർക്ക് അനുഭവിക്കാൻ സാധിക്കണോ? അല്ലാഹു പറഞ്ഞു വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഒന്നാമത് അല്ലാഹു പറഞ്ഞത് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാൻ ഉണ്ടാവുകയും അമലുസ് സ്വാലിഹാത്തുകൾ നിർവഹിക്കുകയും ചെയ്യണം. ഈമാനും അമലുസ് സ്വാലിഹാത്തുകളും, അതാ ഒന്നാമത് അല്ലാഹു പറഞ്ഞത്. ഈമാനോട് കൂടിയിട്ടുള്ള അമലുസ് സ്വാലിഹാത്ത്. ആ അമലുസ് സ്വാലിഹാത്ത് ആർക്കുണ്ടോ, ആരാണ് അതിന്റെ വക്താക്കളാകുന്നത്? കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ അല്ലാഹു പറഞ്ഞു വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ. മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെട്ടതിന്മേൽ അവർ വിശ്വസിക്കണം. അവർ വിശ്വസിക്കണം. വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം. അവരുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാണ് അത് എന്നിരിക്കെ അതിന്മേൽ അവരെന്ത് ചെയ്യണം? വിശ്വസിക്കണം. കഫറ അൻഹും സയ്യിആതിഹിം. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ കഫറ അൻഹും സയ്യിആതിഹിം, അവരുടെ തിന്മകൾ അല്ലാഹു മൂടിവെച്ച് പൊറുത്തു നൽകും. കഫറ മൂടിവെച്ച് പൊറുത്തു തരും. അഥവാ അവർ തിന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, അവരുടെ അക്കൗണ്ടിൽ പാപങ്ങളുണ്ട്, പക്ഷേ അവർ ഈമാനുള്ളവരും അമലു സ്വാലിഹാത്തുകൾ നിർവഹിക്കാൻ പരിശ്രമിച്ചവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ ഒന്നുകൂടി ഈമാൻ കൊള്ളുകയും ചെയ്ത ആളുകളായതുകൊണ്ട് കഫറ അൻഹും സയ്യിആതിഹിം, അവരെ തൊട്ട് നാം അവരുടെ പാപങ്ങൾ മൂടി വെച്ച് പൊറുക്കുന്നതാണ്. അത് പുറത്തൊരാൾ അറിയൂല. അത് ആളുകളുടെ മറ്റുള്ള ശ്രദ്ധയിലേക്കോ അറിവിലേക്കോ ആ തെറ്റ് പോവില്ല. അല്ലാഹ് അത് മൂടി വെച്ചേക്കും. പിന്നെയോ വ അസ്ലഹ ബാലഹും, അവരുടെ സ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതാക്കി തീർക്കും. അത് ഈ ഭൂമിയിലും നല്ലതാക്കി തീർക്കും, മരണാനന്തര ജീവിതത്തിലും അവരുടെ സ്ഥിതി അസ്ലഹ ബാലഹും അല്ലാഹു നന്നാക്കി കൊടുക്കും, സമാധാനമുള്ളതാക്കി കൊടുക്കും, സംതൃപ്തിയുള്ളതാക്കി കൊടുക്കും. അതാ ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീവിതത്തെ തൃപ്തിപ്പെടാൻ കഴിഞ്ഞാലാണല്ലോ അതിനെ ആസ്വദിക്കാൻ പറ്റുക. ആ തൃപ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണമെങ്കിൽ അല്ലാഹ് പറയുന്നു അത് ആർക്കാ? ഈമാനുള്ളവന്, അമലു സാലിഹാത്തുള്ളവന്, റസൂലുള്ളാഹിക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ ഈമാൻ മുറുകെ പിടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപവും പൊറുക്കും, അവന്റെ ജീവിതത്തെയും അല്ലാഹു സമാധാനപൂർണ്ണാക്കും. അപ്പൊ ഒന്നാമത് അല്ലാഹ് പറഞ്ഞത് എന്താ? ഈമാനോട് ചേർന്ന അമലു സ്വാലിഹാത്ത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കോ. ഈമാൻ ഉള്ളവന്റെ അമലു സ്വാലിഹാത്താണ് പടച്ചോൻ ആവശ്യമുള്ളോ. ഈമാൻ ഇല്ലാത്തവന്റെ അമലു സ്വാലിഹാത്തുകൾ അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞു മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണ് അമലു സ്വാലിഹാത്ത് ചെയ്യുന്നത്? വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട്. അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞു മുഅ്മിനായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആ അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് നാം ഒരു ത്വയ്യിബായ പരിശുദ്ധമായ ജീവിതം നാം അവന് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ,
അവൻ പ്രവർത്തിച്ച നന്മകൾ കൊണ്ട്, ആ നന്മകൾക്കനുസൃതമായി കൊണ്ട് അള്ളാഹു അവന് പ്രതിഫലവും കൊടുക്കും. അവന്റെ ജീവിതം ത്വയ്യിബായ ഒരു ജീവിതം, പരിശുദ്ധമായ ഒരു ജീവിതം അള്ളാഹു അവന് പ്രദാനം ചെയ്യും. ആർക്ക്? മുഅ്മിനായിക്കൊണ്ട് അമലു സ്വാലിഹാത്തുകൾ ചെയ്തവന്. മുഅ്മിനെ അതുള്ളൂ. ഈമാൻ ഇല്ലാത്തവന് അമലു സ്വാലിഹാത്തുകളുടെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 7089 ഹദീസായിട്ട് രേഖപ്പെടുത്തി. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസനതൻ യുഅതാ ബിഹാ ഫിദ്ദുനിയ വയുജ്സാ ബിഹാ ഫിൽ ആഖിറ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യദ്ലിമു മുഅ്മിനൻ ഹസനതൻ, ഒരു മുഅ്മിനിന്റെ നന്മകൾ അല്ലാഹു അതിനോട് അനീതി കാണിക്കില്ല, അല്ലെങ്കിൽ അതിനുമേൽ ഒരു അക്രമം ഉണ്ടാവില്ല. യുഅതാ ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ അതിനുള്ളത് അല്ലാഹ് കൊടുത്തുകൊണ്ടിരിക്കും. കേട്ടോ, ദുനിയാവിൽ അല്ലാഹ് കൊടുക്കും. ഞാൻ ഇവിടെ ഒരു അമലു സ്വാലിഹാത്ത് ചെയ്താൽ ഉറപ്പാണ് അതിന്റെ പ്രതിഫലം എനിക്ക് ഇവിടെ കിട്ടാനുണ്ട്. ഇവിടെ ഒരു പാവപ്പെട്ടവന് ഈമാനുള്ളവനായി ഞാൻ സ്വതക്ക കൊടുത്താൽ, കേട്ടോ, റസൂലുള്ളാഹി പറയുന്നു, യുഅതാ ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ അതുകൊണ്ട് അല്ലാഹ് അവനെ ഊട്ടും എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ അതുകൊണ്ട് അല്ലാഹ് അവനും തിരിച്ചു കൊടുക്കും. ഈമാനുള്ളവനായി ഞാൻ ഒരു അമലു സ്വാലിഹാത്ത് ഇവിടെ നിർവഹിച്ചാൽ ദുനിയാവിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്, ദുനിയാവിന്റെ ഒരു സുഖമുണ്ട്, ദുനിയാവിന്റെ ഒരു അനുഗ്രഹമുണ്ട്, ദുനിയാവിന്റെ ഒരു ആസ്വാദനമുണ്ട്. വയുജ്സാ ബിഹാ ഫിൽ ആഖിറ, എന്നിട്ടോ ആഖിറത്തിൽ അതിന് പ്രതിഫലവും അല്ലാഹ് വേറെ വെച്ചിട്ടുണ്ട്. ഇതാണ് അമലു സ്വാലിഹ്, ഈമാനുള്ളവന്റെ അമലു സ്വാലിഹത്ത്. വഅമ്മൽ കാഫിർ, എന്നാൽ സത്യനിഷേധിയുടേതോ, ഈമാൻ ഇല്ലാത്തവന്റെ അമലു സ്വാലിഹാത്തുകളോ, അവനും ചെയ്യുന്നുണ്ടാവുമല്ലോ നല്ല കാര്യങ്ങളൊക്കെ, അവനും നല്ല കാര്യം ചെയ്യുന്നുണ്ടാകുമല്ലോ. ഫയുത്അമു ബിഹസനാതി മാ അമില ബിഹാ ലില്ലാഹി ഫിദ്ദുനിയ, അവനുള്ള നന്മകൾ, അവൻ ചെയ്യുന്ന നന്മകൾക്ക് പകരമായി ഈ ദുനിയാവിൽ തന്നെ അല്ലാഹ് അവന് തിരിച്ച് നന്മകൾ കൊടുക്കും. ഹത്താ ഇദാ അഫ്ളാ ഇലൽ ആഖിറതി ലം തകുൻ ലഹു ഹസനത്തുൻ യുജ്സാ ബിഹാ, പരലോകത്തേക്ക് അവനെത്തുമ്പോ അവനൊരു പ്രതിഫലവും കൊടുക്കാനില്ലാത്ത വിധത്തിൽ അവന്റെ നന്മകൾക്കൊക്കെ ദുനിയാവിൽ തന്നെ കൊടുത്തു വീട്ടിയിട്ടുണ്ടാകും. ഇതാണ് വിശ്വാസിന്റെ അമലു സ്വാലിഹാത്തും ഈമാൻ ഇല്ലാത്തവന്റെ അമലു സ്വാലിഹാത്തും തമ്മിലുള്ള വ്യത്യാസം. ഈമാൻ ഉള്ളവന്റെ അമലു സ്വാലിഹാത്തുകൾ ഈ ദുനിയാവിലും ധാരാളം തിരിച്ചു കിട്ടും, പരലോകത്ത് പ്രതിഫലമായിട്ട് അല്ലാഹ് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈമാൻ ഇല്ലാത്തവനാണെങ്കിലോ അവന് ഇവിടെ തന്നെ അല്ലാഹ് കൊടുക്കും, ഇവിടെ തന്നെ അല്ലാഹ് കൊടുക്കും. അതുകൊണ്ടാണ് ഏത് മനുഷ്യനും നല്ലവനായിട്ട് ജീവിച്ചോ, സമൂഹത്തിനും മറ്റ് ഇതര വിഭാഗങ്ങൾക്കുമൊക്കെ സ്വസ്ഥതയും സമാധാനവും നന്മയും കൊടുത്തിട്ട് ജീവിച്ചവരാരൊക്കെയുണ്ടോ അവരെ ഒന്നും അല്ലാഹ് ജനങ്ങളെ കൊണ്ട് മറപ്പിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ പേരുകൾ ഓർക്കും, അവരെ പറ്റി സ്തുതിക്കും, അവരെ പറ്റി നല്ല ഓർമ്മകളുണ്ട്, അവർ നമ്മുടെ മാതൃകകളാണെന്ന് പറയും. ആരാണ്? അതിൽ കുഫാറുകൾ ഉണ്ടാവും, പക്ഷേ അവരിവിടെ ജീവിച്ചത് എങ്ങനെയാ? നല്ലവരായിട്ടാണ്, നന്മ ചെയ്തിട്ടാണ്. അതുകൊണ്ട് അള്ളാഹു ബാക്കി വെച്ചു. അവരുടെ ഓർമ്മകളെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ട്, അവരെ പറ്റി നല്ല വിചാരവും സ്മരണയും നമ്മുടെ മനസ്സിലുണ്ട്. അത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇവിടെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ പല പല രൂപത്തിലും പടച്ച റബ്ബ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാ? നല്ലത് ചെയ്തുകൊണ്ട്. അത് കാഫിർ ചെയ്താലും മുഅ്മിൻ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമുണ്ട്. പക്ഷേ മുഅ്മിനിന് മാത്രമാണ് പരലോകത്തെ പ്രതിഫലമുള്ളൂ. കാരണം പരലോകത്തേക്ക് ഒരു അമൽ ഉയരണമെങ്കിൽ ഈമാന്റെ ചിറകിലല്ലാതെ അത് ഉയർന്നു പോവില്ല. നമ്മൾ മനസ്സിലാക്കിക്കോ, പരലോകത്തേക്ക് ഒരു അമൽ ഉയർന്നു പോകണമെങ്കിൽ ഈമാനിന്റെ ചിറകിലേറിയിട്ടാണ് അതിന് പരലോകത്തേക്ക്, ആകാശത്തേക്ക്, സ്വർഗത്തേക്ക് അതിന് ഉയരാൻ സാധിക്കുകയുള്ളൂ, പറക്കാൻ സാധിക്കുള്ളൂ. കുഫറിന്മേൽ അത് ആകാശത്തേക്ക് പോവില്ല, കുഫറിന്മേൽ അത് അള്ളാഹുവിന്റെ അരികിലേക്ക് അത് പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ കാര്യം അമൽ സ്വാലിഹാത്തുകൾ. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. ഓരോരുത്തർക്കും കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. അങ്ങനെ വ്യാപൃതരായി കഴിഞ്ഞാൽ ഈ ലോകത്ത്
അള്ളാഹ് അതിന്റെ ബർക്കത്ത് കൊണ്ടുവരും. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഞെരുങ്ങിക്കൂടി ഇവിടെ ഒന്നുമില്ല, ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്നും പ്രതീക്ഷിക്കണം. ഞാനൊരു നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആളുകളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാമൂഹികമായ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ആളുകൾക്ക് നന്മ പകർന്നും പഠിപ്പിച്ചും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ എവിടെ നിന്നൊക്കെ ആഗ്രഹിക്കണം? ഇവിടുന്നും ആഗ്രഹിക്കണം. കാരണം എന്താ? ഇവിടുന്നും അള്ളാഹ് പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്നും അള്ളാഹു അതിന് മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയും പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കണം, ചോദിക്കണം. പരലോകത്ത് നിന്നും അള്ളാഹു എനിക്കത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ ആഗ്രഹിക്കണം, ചോദിക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള രീതി. ഈ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ജീവിതത്തെ സമാധാനപൂർണ്ണാക്കുക. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താ? രണ്ടാമത് പറഞ്ഞത് മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കണം. വആമിനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ് മിർ റബ്ബിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതിൽ ഒന്നുകൂടി അവർ ഈമാനുള്ളവരാകണം. ഏതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടത്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ, ആ വഹയിൽ വിശ്വാസം ഉറപ്പിച്ചവരാകണം അവർ. അവർക്കാണ് എന്തുള്ളോ? കഫറ അൻഹും സയ്യിആതിഹിം. അവർക്കാണ് അള്ളാഹു പാപം മൂടിവെച്ച് പൊറുക്കുകയുള്ളോ. വ അസ്ലഹ ബാലഹും, അവരുടെ നടപ്പിന് ജീവിതം, അസ്ലഹ ബാലഹും, അവരുടെ സ്ഥിതി അള്ളാഹു സമാധാനമുള്ള സുഖമുള്ള അവസ്ഥ പ്രാപിക്കാൻ സഹായിക്കുക. ആരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഈമാനുള്ളവരാകണം. അതിലടിയുറച്ച് വിശ്വസിക്കണം. ഖുർആൻ ഒരുപക്ഷെ മുസ്ലിം സമൂഹം ഡയറക്റ്റ് തള്ളിയിട്ടില്ല, ഇപ്പോഴും ദുർവ്യാഖ്യാനിക്കുകയാണ്. അല്ലെ, ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് പറയും, ഇഷ്ടമുള്ളത് വിചാരിക്കും, ഇഷ്ടമുള്ളത് പ്രചരിപ്പിക്കും. അതാണ് നമ്മൾ കാണുന്ന ഖുർആൻ തന്നെ അബദ്ധമാണ്, മണ്ടത്തരമാണ് എന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരും വിശ്വസിക്കൂല. മറിച്ച് എന്താ, വല്ല നിർമ്മതവാദിയോ നിരീശ്വരവാദിയോ ഒക്കെ പറയാ എന്നല്ലാതെ മുസ്ലിങ്ങളെ കൂട്ടത്തിന് ഇന്ന് വരെ ആള് പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി വരും ഇൻഷാ അല്ലാഹ്. അത് പറയുന്നവർ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ. ഖുർആനിലെ 15 ആയത്ത് വിഡ്ഢിത്താണ്, ഖുർആനിലെ 25 ആയത്ത് കടത്തിക്കൂട്ടിയാണ്, ഖുർആനിലെ 50 ആയത്ത് മണ്ടത്തരമാണ്, ഖുർആനിലെ 100 ആയത്ത് ശാസ്ത്രവിരുദ്ധമാണ് എന്ന് ഖുർആനിലെ ആയത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്ന ജനവിഭാഗങ്ങളെ നമ്മൾ കാണും, അല്ലെങ്കിൽ സൊസൈറ്റി കാണും. അള്ളാഹു അവരെ കാണുന്നതിന് മുമ്പ് നമ്മളെ മരിപ്പിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ ഖുർആന് ഇന്ന് ഇപ്പൊ ഈ നിമിഷം വരെ ഡയറക്റ്റ് ഖുർആനെ നോക്കിയിട്ട് ഖുർആൻ പോരാന്ന് പറഞ്ഞിട്ടില്ല, ഖുർആൻ തള്ളണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആനെ ദുർവ്യാഖ്യാനിക്കാൻ. അങ്ങനെ ദുർവ്യാഖ്യാനിച്ചപ്പോഴാണ് ലോകം ആലം നിയന്ത്രിക്കുന്നത് മലപ്പുറത്തുള്ള CM എന്ന് പറഞ്ഞ ഒരാളാണെന്ന് തോന്നി. ഖുർആനെ ദുർവ്യാഖ്യാനിച്ചപ്പോ ചില ആളുകൾക്ക് തോന്നി ആലം നിയന്ത്രിക്കുന്നതേ. നിങ്ങൾ ആലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആലം 2 വിധാണ്, 2 രൂപത്തിലാണ് അള്ളാഹ് ആലമിനെ പറ്റി പഠിപ്പിച്ചത്. ഒന്നെന്താ? ആലമു ഷഹാദ, 2 ആലമുൽ ഗൈബ്. ആലമു ഷഹാദയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രപഞ്ചം, നമ്മളടക്കം ഉൾക്കൊള്ളുന്ന ദൃശ്യപ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചു നോക്കിയപ്പോ നമ്മളിപ്പോ വ്യത്യസ്ത രൂപത്തിലുള്ള ഡൈമെൻഷനുകളെ പറ്റി പഠിപ്പിക്കുകയാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള ഡൈമെൻഷനുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഓരോ ജീവവർഗങ്ങൾ, ആ ജീവവർഗങ്ങൾ അതിന് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന സമയത്തിനും കാലത്തിനും അപ്പുറത്തേക്ക് കടന്നാലത്തെ അവസ്ഥ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സമയം എന്ന് പറയുന്നത് തന്നെ അത് പിന്നെ ബിഗ് ബാങ്കിന് ശേഷം ഉണ്ടായതാണ് എങ്കിൽ അതല്ലാത്തൊരു സമയമില്ലാത്ത ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ ഒരു എത്തും പിടിയും നമ്മുടെ പ്രപഞ്ചത്തെ പറ്റിയിട്ട് തന്നെ ഇല്ല. ഇതുവരെ ഈ മഹാപ്രപഞ്ചത്തിലെ 5% പോലും നമ്മൾക്ക് മനസ്സിലായിട്ടില്ല. ആ പ്രപഞ്ചവും അതിൻ്റെ അപ്പുറത്തിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ആലമുൽ ഗൈബ്, അദൃശ്യ പ്രപഞ്ചങ്ങൾ, ഇതിൻ്റെ ഒക്കെ നിയന്ത്രിക്കണ ആരാ? മലപ്പുറത്തുള്ള ഒരു കാക്കാണെന്നാണ് വിശ്വസിക്കാൻ ഖുർആന്റെ ആയത്ത് ഓതാൻ മടിയില്ലാത്ത ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ആ ഖുർആനിലുണ്ടോ മുദബ്ബിറുൽ അംർ CM വടവൂരാണെന്നുണ്ടോ? ഇല്ല. അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് ചില മലക്കുകളെ പറ്റിയിട്ട് പറഞ്ഞു, അവരെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കാൻ, ലോകത്തെ നിയന്ത്രിക്കാൻ. എന്താ അവരെ പണി? ദാസ്യപ്പണിയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അള്ളാന്റെ മലക്കുകൾ അള്ളാഹ്ക്ക് ചെയ്യുന്ന പണി എന്താ?
ഭൃത്യവേലയാണ്. അല്ലാഹ് ഓർഡർ കൊടുക്കുമ്പോ അത് ചെയ്യലാണ് പണി, അല്ലാതെ പ്രപഞ്ചത്തിന്റെ അധികാരികളല്ല അവർ. അതിന് ദുർവ്യാഖ്യാനിക്കാം. എന്നിട്ട് ദുർവ്യാഖ്യാനിച്ചിട്ട് ചെയ്യുന്ന ഇടങ്ങേറ് മാത്രമാണ് ഖുർആന്റെ കാര്യത്തിലുള്ളൂ. പക്ഷെ ഹദീസിന്റെ കാര്യത്തിലോ? ഹദീസിന്റെ കാര്യം നമ്മൾ നോക്കിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അലാ നിങ്ങൾ അറിയണം, ഇന്നി നിശ്ചയമായും ഊതീതുൽ ഖുർആന എനിക്ക് ഖുർആൻ ലഭിച്ചിട്ടുണ്ട്, വമിസ്ലഹു മഅഹു അതിന്റെ ഒപ്പം തന്നെ അത്ര തന്നെയും എനിക്ക് വേറെയും ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എനിക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്. ഖുർആൻ ഏതാ? ഈ ഇരിക്കുന്ന ഖുർആൻ, നമ്മളെ പള്ളിയിൽ മുസ്ഹഫ് എന്നിട്ട് നമ്മൾ വെച്ചിട്ടില്ലേ, ആ ഖുർആൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഖുർആൻ മാത്രമാണോ? വമിസ്ലഹു മഅഹു അതിന്റെ ഒപ്പം അത്ര തന്നെ എനിക്ക് വേറെയും കിട്ടിയിട്ടുണ്ട് എന്ന് ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി തുടങ്ങിയവർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഖുർആനും പറഞ്ഞു, നബിക്ക് അല്ലാഹ് ഖുർആൻ മാത്രമല്ല കൊടുത്തത്, ഖുർആനും പറഞ്ഞു. നിങ്ങൾ നോക്കുക, സൂറത്ത് ആൽ ഇംറാൻ 164-ാമത്തെ ആയത്ത് നിങ്ങളൊക്കെ ഒന്ന് സ്വയം പരിശോധിക്കണം. സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹ് പറയുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. റബ്ബ് സുബ്ഹാനഹു വതആല പറയാ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മേൽ അല്ലാഹു തീർച്ചയായിട്ടും ഔദാര്യം കാണിച്ചു. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് വേണ്ടി അല്ലാഹ് തെരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് മേൽ ആയത്തുകൾ ഓതുന്ന റസൂൽ. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന റസൂൽ. വയുഅല്ലിമുഹുമുൽ കിതാബ്, അവർക്ക് കിതാബ് പഠിപ്പിക്കുന്ന. ഏതാ കിതാബ്? അൽ കിതാബ് ഏതാ? ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഏതാ കിതാബ്? കിതാബ് ഏതാ? ഖുർആൻ. അവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന. വയുഅല്ലിമുഹുമുൽ കിതാബ്, അവർക്ക് കിതാബ് പഠിപ്പിക്കുന്ന നബി. വൽ ഹിക്മ, അവർക്ക് ഹിക്മത്തും പഠിപ്പിക്കുന്ന നബി. എന്താ ഹിക്മത്ത്? സൂത്രപ്പണിയാ. ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരിക്കണേ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സൂത്രം അറിയുന്ന. അപ്പൊ നബി വന്നിട്ടാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് സൂത്രം പഠിപ്പിച്ചു കൊടുത്തത്. അതുവരെ സൂത്രം അറിയാത്തവരായിരുന്നു അവർ. ഇങ്ങനാണോ വ്യാഖ്യാനം? ഈ അൽ കിതാബാകട്ടെ അൽ ഹിക്മത്താകട്ടെ അതുവരെ അവർക്കറിയാത്തതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ മുഖാന്തരം വഹീ കിട്ടിയപ്പോഴാണ് റസൂലുള്ള ആ ജനതയ്ക്ക് കിതാബ് ഓതിക്കൊടുത്തത്, ഹിക്മത്ത് ഓതിക്കൊടുത്തത്. കിതാബ് ഏതാ? അൽ കിതാബ്. നമുക്കെല്ലാം അറിയാം, ദാലികൽ കിതാബ്. ഏതാ കിതാബ്? ഖുർആൻ. ഹിക്മത്ത് ഏതാ? ഹിക്മത്ത് ഏതാ? ഒരു സംശയവും വേണ്ട, ഹിക്മത്താണ് സുന്നത്തുൻ നബി, ഹദീസുൻ നബി എന്ന് പറയുന്നത് ഏതാ? ഹിക്മത്താണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ സ്വീകാര്യയോഗ്യമായി കഴിഞ്ഞാൽ അത് തള്ളാനോ മാറ്റിവെക്കാനോ അതിന്റെ മേൽ ഗവേഷണം നടത്താനോ ഒരാൾക്കും അധികാരമില്ല. പക്ഷെ സുന്നത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? ഒരു സാധാരണക്കാരൻ, നിങ്ങൾ ആലോചിക്കുക, അറബി ഭാഷ അറിയല് പോട്ടെ, അറബി ഭാഷയുടെ പ്രാഥമികമായ കാര്യങ്ങൾ അറിയാത്ത ആളുകൾ, അറബി ഭാഷയിൽ എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല ഹദീസുകളെ പറ്റി മനസ്സിലാക്കാൻ. പിന്നെന്ത് വേണം? ഒരുപാട് വിജ്ഞാന ശാഖകൾ നമ്മൾ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ ഹദീസുകളെ പറ്റി ഒരു മുഹദ്ദിസായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഒരു മുഹദ്ദിസായി നമുക്ക് മാറണമെങ്കിൽ ഹദീസ് വിജ്ഞാനങ്ങൾ പഠിക്കണം. അതൊന്നും പഠിക്കാത്ത സാധാരണക്കാരനായ ഒരാൾ പൊതുമധ്യത്തിൽ നിന്നുകൊണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസ് അവന്റെ ബുദ്ധിക്ക് ചേരുന്നില്ല, അവന്റെ യുക്തിക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച്, അതിനെ തള്ളിപ്പറഞ്ഞ്, അതിനെ വിമർശിച്ച്, ശത്രുക്കൾക്ക് മുൻപിൽ അതിനെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നവനുണ്ടല്ലോ, അവൻ ആലോചിച്ചോട്ടെ, റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ട ഒന്നിന്റെ കടക്കലാണ് അവൻ വെട്ടിയത്. ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് വലിയ മുസ്ലിമാണ്, എന്നിട്ട് ഹദീസിനെ തള്ളാണ്.
ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഹദീസിനെ തള്ളുന്ന കപടന്മാർ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതപ്പോ നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കൂ, ഈ എറണാകുളം ജില്ലയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു മിമ്പറിൽ നിന്ന് ഉയരുന്ന ശബ്ദം റസൂലുള്ളാന്റെ ഹദീസുകളെ കളിയാക്കുന്ന ശബ്ദമാണ്, പരിഹസിക്കാണ്. ഓരോ ദിവസവും ഓരോ ഹദീസ് എടുത്തു വെക്കുക, അതാണ് അയാളുടെ ജുമുഅ ഖുത്ബ. ആ ഹദീസ് തള്ളാനും, ആ ഹദീസിന്റെ മണ്ടത്തരം പറയാനും, ആ ഹദീസിലെ പോരായ്മ പറയാനും, ആ ഹദീസിന്റെ യുക്തിവിരുദ്ധത ബോധ്യപ്പെടുത്താനും എല്ലാ വെള്ളിയാഴ്ചയും ഈ എറണാകുളത്തെ ഒരു മിമ്പറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാടാണിത്. എല്ലാ ദിവസവും നമ്മൾ ആലോചിച്ച് നോക്കൂ, അയാളെ പണിയതാ. ഏതെങ്കിലും നന്മ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലല്ല. ഇന്ന് തള്ളേണ്ട ഹദീസ് ഏതാ, അതെങ്ങനെ തള്ളണം, ആ ഹദീസിനെ എങ്ങനെ കളിയാക്കണം, ആ ഹദീസിനെ എങ്ങനെ കൊച്ചാക്കണം, ഇതാണ് കാര്യമായിട്ട് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആരാ? നിങ്ങൾ കേട്ട റവാഹു അഹമ്മദ്, ഇമാം അഹമ്മദ് ഉദ്ധരിച്ചു. വ അബൂദാവൂദ് ഉദ്ധരിച്ചു. വ തിർമിദി, ഇമാം തിർമിദി ഉദ്ധരിച്ചു. വ ഇബ്നു മാജ ഉദ്ധരിച്ചു. വ ബൈഹഖി ഫീ ദലായിലുൻ നുബുവ, ഇമാം ബൈഹഖി ദലായിലുൻ നുബുവ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു. ഇത്ര മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസ് ആരിൽ നിന്നാ ഉദ്ധരിച്ചത്? അൻ ഉബൈദില്ലാഹി ഇബ്നു അബീ റാഫിഅ് അൻ അബീഹി, ഉബൈദില്ലാഹി ഇബ്നു അബീ റാഫിഅ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദുകും മുത്തകിഅൻ അലാ അരീകതിഹി, ലാ ഉൽഫിയന്ന അഹദുകും, നിങ്ങളിൽ ഒരാളെയും ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. കേട്ടോ, നിങ്ങളിൽ ഒരാളെയും ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. മുത്തകിഅൻ അലാ അരീകതിഹി, അവൻ എങ്ങനെയാണ്? തന്റെ സോഫയിൽ ഇങ്ങനെ ചാരിക്കെടുക്കുന്നവനായി, തന്റെ സോഫയിൽ സുഖം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ചാരിക്കെടുക്കുന്നവനായി നിങ്ങളിൽ ഒരാളെയും ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. യഅതീഹി അംറുൻ മിമ്മാ അമർതു ബിഹി, അവന്റെ അടുത്തേക്ക് ഒരു വാർത്ത എത്തുകയാണ്. എന്താ? എന്റെ കൽപ്പന അവന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ ചാരിക്കെടുക്കുമ്പോ അവന്റെ അടുത്ത് അവൻ ഡിസ്കഷൻ നടത്താണ്. എന്നിൽ നിന്ന് ഹദീസുകളിലൂടെ വന്ന കൽപ്പന, ഔ നുഹൈതു അൻഹു, അല്ലെങ്കിൽ ഞാൻ വിരോധിച്ച ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ ചാരിക്കിടന്നിട്ട് അവനെ ഡിസ്കഷൻ ചെയ്യാണ്. ഫയഖൂലു, അവൻ പറയുന്നു, ലാ അദ്രി, ഹദീസിലുണ്ടല്ലോ, നബി വിരോധിച്ചിട്ടുണ്ടല്ലോ, ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഹദീസിൽ ഇതിന് എതിരാണല്ലോ എന്ന് പറയുമ്പോ അവൻ പറയാണ്, ലാ അദ്രി, എനിക്കറിയില്ല, മാ വജദ്നാ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ എന്ത് കണ്ടോ, ഇത്തബഅനാഹു, ഞാൻ അതെടുക്കും. ഖുർആനിൽ എന്ത് കണ്ടോ, എനിക്കത് മതി, ഹദീസ് ഒന്നും എന്നോട് പറയണ്ട എന്ന് പറയുന്ന സുഖലോലുപനായി സോഫയിൽ ചാരിക്കടന്നിട്ട് റസൂലുള്ളാന്റെ അമ്രും റസൂലുള്ളാന്റെ നഹിയും റസൂലുള്ളാന്റെ കൽപ്പനയും റസൂലുള്ളാന്റെ വിരോധവും തട്ടിക്കളയാൻ മടിയില്ലാത്തവരായ ഒരു കൂട്ടമായി നിങ്ങളെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അപ്പോ ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അത് പറയുന്നവരുണ്ട്. ഈ ജുമുഅ ഖുതുബക്കിരിക്കുന്ന ആളുകൾ, ഇത് കേൾക്കുന്നവരിൽ ഒരു അറിവുമില്ലാതെ വിവരം കെട്ടവർ റസൂലുള്ളാന്റെ ഹദീസിനെ നിരൂപിക്കാൻ പോവുകയാണ്. അവൻ ആരാ നിരൂപിക്കാൻ? സ്വഹീഹാണോ നിന്റെ ബുദ്ധി, അത് നീ കൊണ്ട് കളഞ്ഞേക്ക്. നിന്റെ ബുദ്ധിക്ക് എന്താണ് സാധ്യമാവുക? ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഡൈമെൻഷൻ അല്ലാതെ മറുപുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ നിനക്ക് പറ്റുമോ? ആലോചിച്ചു. ഇന്ന് ഫിസിക്സ് സംസാരിക്കുന്നറിയോ? സമയമില്ലാത്ത ഒരു രംഗം, പ്രപഞ്ചത്തിന്റെ സമയമില്ലാത്ത ഒരു തുടക്കം. നമ്മൾ ഏത് ഡൈമെൻഷനിലാണെന്നറിയോ? നമ്മൾ രണ്ടാമത്തെ ഡൈമെൻഷനിലാണ് നിലകൊള്ളുന്നത്. മൂന്നാമത്തെ ഡൈമെൻഷനിലോ നാലാമത്തെ ഡൈമെൻഷനിലോ നിലകൊള്ളുന്ന ഒരാൾക്ക് നമ്മളെ ചിന്തയെ പുറത്തുനിന്ന് നിയന്ത്രിക്കാനും അയാൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ നടത്താനും പറ്റും എന്ന പഠനങ്ങളിലേക്ക് ഫിസിക്സ് പ്രവേശിച്ചിരിക്കാം. ഫോർത്ത് ഡൈമെൻഷനിലെ സമയത്തെ പറ്റിയിട്ടുള്ള സൂചനകളിലേക്ക് ഫിസിക്സ് എത്തിയിരിക്കാം. നമുക്കത് ചിന്തിക്കാനേ സാധ്യമല്ല. ഈ ഡൈമെൻഷനിൽ, ഈ സമയകാല
ഈ സമയ കാല നൈരന്തര്യത്തിൽ നിന്നിട്ട് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ആ വിവരം കെട്ടവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ 5% അപ്പുറം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ ആലമു ഷഹാദയിൽ തന്നെ ഉള്ള വിവരങ്ങളെ പറ്റിയിട്ട് അവന്റെ തലച്ചോറിന് താങ്ങാൻ കഴിയില്ല എന്ന് അവന്റെ ഫിസിക്സ് തന്നെ പഠിപ്പിക്കുമ്പോ അവനാണ് നിന്നിട്ട് ആലമുൽ ഗൈബിലെ വിശേഷങ്ങളെ നിരൂപണം ചെയ്തിട്ട് അവൻ പരിഹസിക്കുകയാണ്. അഹങ്കാരി, അവൻ തള്ളിക്കളയാണ്. ഞാൻ ഇത് വെറുതെ പറയണതല്ല. ഏത് സംഘടനയാണോ, ഏത് പണ്ഡിതനാണോ, ഏത് നേതാവാണോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തള്ളാൻ പ്രേരണ തന്നത്, അവനും തള്ളിയവനും ഒന്നിച്ച് വലാലത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏത് സംഘടനയായാലും, ഒരു സംഘടന ഒഴിവാക്കി പറയല്ല, ഒരു പണ്ഡിതനെ ഒഴിവാക്കി പറയല്ല. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹീഹായി വന്ന ഒരു ഹദീസ് എന്റെ ബുദ്ധിക്കെതിരല്ല. അതാ ഞാൻ പറഞ്ഞത്. അവന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ഫിസിക്സ് അനുസരിച്ച് തന്നെ അവന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലോകവും ക്രമവും ഡൈമെൻഷനും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഫിസിക്സ് പഠിച്ചിട്ട് അത് വലിയ കാര്യമായിട്ട് അപാരമാണ് എന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീന്റെ സമയത്തിന്റെ ആപേക്ഷികതയെ പറ്റി പഠിച്ചു നോക്കൂ. ആ സമയങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സമയത്തിന്റെ ആപേക്ഷികതകളെ പറ്റി ഐൻസ്റ്റീൻ സംസാരിക്കാണ്. അപ്പൊ അതൊക്കെ വലിയ തീസീസാണ് അവന്, അതൊക്കെ വലിയ കാര്യമാണ്. അവന്റെ തലച്ചോറിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. അവന്റെ തലച്ചോറിന് മനസ്സിലാവാത്ത ഫിസിക്സിന്റെ വശങ്ങളെപ്പറ്റി അത്ഭുതപ്പെട്ടിരിക്കാൻ അവനാണ് വന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ആലമുൽ ഗൈബിലുള്ള വഹീ, അവിടെ നിന്ന് വന്ന വഹീ, അതിനവൻ നിരൂപണം ചെയ്യുന്നത് ഈ വിവരം കെട്ടവനാ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു. ഇനിയും ഞാൻ പറഞ്ഞു തരാം. ഇമാം തിർമിദി 2664 ഹദീസ്, ഇമാം അബൂദാവൂദ് 4604 ഹദീസ്, ഷെയ്ഖ് അൽബാനി സ്വഹീഹാണ് എന്ന് സനദ് കൃത്യമായി പരിശോധിച്ചിട്ട് പറഞ്ഞ ഹദീസ്. സഹാബി ആരാ? അനിൽ മിഖ്ദാദ് ഇബ്നു മഅദി കരിബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അലാ ഹൽ അസാ റജുലുൻ യബ്ലുഗുൽ ഹദീസ് അന്നി. അലാ, നിങ്ങൾ അറിയണം, ഹൽ അസാ റജുലുൻ, ഒരു മനുഷ്യനായേക്കാമോ, ഒരു മനുഷ്യനായേക്കും. എങ്ങനെ? യബ്ലുഗുൽ ഹദീസ് അന്നി, എന്നിൽ നിന്നൊരു ഹദീസ് അവനിലേക്ക് എത്തുകയാണ്. വഹുവ മുത്തഖിഉൻ അലാ അരീകതിഹി, അവൻ അപ്പോൾ അവന്റെ സോഫയിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. ഫയഖൂലു, എന്നിട്ട് അവന് പറയാണ്, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, നമ്മൾക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹുവിന്റെ കിതാബുണ്ടല്ലോ. ഫമാ വജദ്നാ ഫീഹി ഹലാലൻ, ആ കിതാബിൽ ഖുർആനിൽ എന്താണോ ഹലാല് നിങ്ങൾ കണ്ടത്, ഇസ്തഹലൽനാഹു, നിങ്ങൾ അതിനെ ഹലാലായി കണ്ടോളൂ. വമാ വജദ്നാ ഫീഹി ഹറാമൻ, അതിൽ എന്തൊക്കെയാണോ ഖുർആനിൽ ഹറാമായി കണ്ടത്, ഹറംനാഹു, നമ്മൾ അതിനെ ഹറാമായി കാണുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഹദീസും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയുന്ന ചാരിക്കിടക്കുന്ന അഹങ്കാരിയായ സുഖലോലുപനായ ഹദീസ് നിഷേധിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് എന്റെ ഹദീസ് വരുമ്പോ അവൻ ഇങ്ങനെയാണ് സമീപിക്കുക. എന്നിട്ട് റസൂൽ പറയാ, വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ ഹറമല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്ത് ഹറാമാക്കിയോ അത് അല്ലാഹ് ഹറാമാക്കിയത് പോലെയാണ്. ഇപ്പൊ റസൂലുള്ളാഹി ഹറാമാക്കിയാൽ അത് അല്ലാഹ് ഹറാമാക്കിയത് പോലെയാണ്. ഇങ്ങനെ എടുത്തോളണം. അല്ലാതെ ഹദീസ് തള്ളുന്നവൻ ഈ വകുപ്പിൽപ്പെട്ടവനല്ല. അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അവന്റെ ബുദ്ധി ആ ഹദീസിന്റെ അത്ര എത്തിയിട്ടില്ല, ആ വലിപ്പം പ്രാപിച്ചിട്ടില്ല എന്നവന് വിചാരിക്ക. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബുദ്ധിക്കൊപ്പ് ആ ഹദീസ് വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഹദീസിനെ ഞാൻ കളിയാക്കാനിരിക്കാണ്, ഞാൻ തള്ളാനിരിക്കാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നബീന്ന് വന്ന ഹദീസ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവൻ വിചാരിക്കുന്നു അവൻ വലിയ വലുപ്പത്തിലാണെന്ന്. നിനക്കൊന്നും ഉൾക്കൊള്ളാൻ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റിയതല്ല വഹീ. മനസ്സിലാക്കിക്കോ, വഹീ എന്ന് പറഞ്ഞാൽ നിന്റെ ഒക്കെ തലച്ചോറിന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ആ വഹീയിൽ മരിച്ചുപോയവർ ജീവിച്ചു എന്ന കഥയുണ്ട്. ഏത് തലച്ചോറ് വെച്ചാ നീ വിശ്വസിക്കുക? ആ വഹീയിൽ അന്ധനായ ഒരു മനുഷ്യൻ, അവന്റെ കണ്ണിലേക്ക് ഒരു പ്രവാചകൻ തൊട്ടപ്പോഴേക്കും കാഴ്ച വന്ന കഥയുണ്ട്. നിന്റെ ബുദ്ധിക്ക് യോജിക്കുമോ? ആ വഹീയിൽ
ആ വഹിയിൽ കടലിൽ വീണ് തിമിംഗലം വിഴുങ്ങി 3 രാവും പകലും തിമിംഗലത്തിന്റെ വയറിൽ കിടന്നിട്ട് ഇരുട്ടിൽ കിടന്നിട്ട് ദഹിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹ് കേട്ട് ആ തിമിംഗലത്തെ കരയിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൊണ്ട് കരയിലേക്ക് കക്കിച്ച് ആ പ്രവാചകനെ ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥയുണ്ട്. നിന്റെ തലച്ചോറിനത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ആ വഹിയിൽ ഇതാ ഒരാളെ കൊല്ലുകയും ആ കൊന്നത് നാളെ അയാൾ വലിയ ഫിത്നയാകാൻ സാധ്യതയുള്ളവനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് കൊന്നതാണ് എന്ന് പറഞ്ഞ വഹിയുണ്ട്. നിന്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരു ആണും തൊടാതെ, ഒരു അണ്ഡബീജ സങ്കലനവുമില്ലാതെ, ഗർഭപാത്രത്തിൽ പുരുഷ സ്പർശനമില്ലാതെ പ്രസവിച്ച പെണ്ണിന്റെ കഥയുണ്ട്. നിന്റെ തലച്ചോറിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? അത്ര മതിയടോ ഹദീസിന്റെ കാര്യത്തിലും. എന്നിട്ട് നീ ആ കഥൊക്കെ പറഞ്ഞടക്കണ്ടല്ലോ ഖുർആനിലെ, അല്ലേ? ആ കഥൊക്കെ പറഞ്ഞടക്കില്ലേ? അത്ര മതിയടോ ഹദീസിൽ. യൂനുസ് നബിന്റെ കഥ കേട്ടിട്ട് നിന്റെ തലച്ചോറിന് അത് എന്താ ഉണ്ടാക്കിയത്? ഇമ്പാക്ട്. നിനക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നിന്റെ തലച്ചോറിന് യോജിച്ചതല്ല. എന്നിട്ട് നീ വിശ്വസിച്ചില്ലേ? മറിയം ബീവി പ്രസവിച്ചത് നീ വിശ്വസിച്ചില്ലേ? മറിയം ബീവി പ്രസവിച്ചത് വിശ്വസിച്ചില്ലേ? ഒരു പുരുഷ സ്പർശനമില്ലാതെ, അണ്ഡബീജലൻ സങ്കലനമില്ലാതെ, സിദ്ധാന്തമുണ്ടാകാതെ. പറയടോ, നിന്റെ സയൻസോ നിന്റെ ബുദ്ധിയോ വെച്ച് അങ്ങനെ ഒന്നുണ്ടാകുമോ? ഉണ്ടാവൂല. നീ വിശ്വസിച്ചില്ലേ? അത്ര ഉള്ളടോ ഹദീസിൽ. അത്രക്ക് കൊടുത്താ മതി. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പറഞ്ഞോളണം, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അത് തൃപ്തിപ്പെട്ടാൽ വിടുന്ന വിധത്തിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അത് അഭികാമ്യമായാലും കുഴപ്പമില്ല, അഭികാമ്യമായില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ വിശ്വസിച്ചു. ഇങ്ങനെ വിശ്വസിച്ചോളണം. അതാണ് ഈമാൻ. അങ്ങനെ ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല തരുന്ന കഥ നമ്മളെ പഠിപ്പിച്ച റബ്ബ് സുബ്ഹാനഹു തആല ഈമാനോടെ വിനയത്തോടെ അള്ളാഹുവിന് കീഴ്പ്പെടാനും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് മുഴുവൻ ഒന്നുപോലും വിടാതെ സ്വീകരിക്കാനുമുള്ള ഈമാനും ഇൽമും ഹൃദയവിശാലതയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെയോ അവന്റെ പ്രവാചകനിലൂടെയോ ആകാശത്ത് നിന്ന് വഹിയായിട്ട് എന്തൊന്നിറക്കിയിട്ടുണ്ടോ അത് എൻ്റെ ബുദ്ധിക്കോ യുക്തിക്കോ എൻ്റെ സയൻസിനോ എതിരായാൽ അതിനൊക്കെ തള്ളി ആ വഹീനെ സ്വീകരിക്കുന്ന ഈമാനിലേക്ക് അള്ളാഹു എന്നെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെയെല്ലാം റബ്ബ് വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെയെല്ലാം അത്തരം ഈമാനുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരൊറ്റ കാര്യം കൂടി ഒരു വർത്തമാനകാല സംഭവ വികാസമായി നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധയിലുണ്ടാകാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിലെ കലാലയങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കാൻ കേരളത്തിലെ ചില ബുദ്ധിജീവികളും ചില സെക്യുലർ വാദികളും കേരള വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉന്നതന്മാരുമൊക്കെ ശ്രമിച്ചിരുന്നൊരു സമയങ്ങൾ എല്ലാവരുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമാണ് തുടങ്ങിയത്. ആണിനും പെണ്ണിനെയും വേർതിരിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഒരുപോലത്തെ യൂണിഫോം എന്ന സിസ്റ്റം. ആ സിസ്റ്റം അങ്ങനെ പോയി ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ വരെ. ആണിനൊരു ടോയ്ലറ്റ്, പെണ്ണിനൊരു ടോയ്ലറ്റ്, അങ്ങനെ പാടില്ല. ആണിന് പൊതുസ്ഥലത്ത് ഇരിക്കാനൊരു സ്ഥലം, പെണ്ണിന് ഇരിക്കാനൊരു സ്ഥലം, ബസ്സിൽ പെണ്ണിന് റിസർവ് ചെയ്ത സ്ഥലം, ആണിന് റിസർവ് ചെയ്ത സ്ഥലം, ഇങ്ങനൊന്നും പാടില്ല. ആണും പെണ്ണും ചേർന്നും കലർന്നും ഒരുമിച്ചും ഇരുന്നും കിടന്നും നടന്നും ജീവിച്ചാലാണ് ലിംഗ അസമത്വം മാറുകയുള്ളൂ, ലിംഗസമത്വം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വലിയ വിപ്ലവങ്ങളുമായി വർത്തമാനങ്ങളുമായി വന്ന ആളുകൾ. ചില ക്യാമ്പസുകളിലൊക്കെ, ഈ എറണാകുളത്ത് തന്നെ ചില ക്യാമ്പസുകളിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളുണ്ട്. ആണും പെണ്ണും ഒരുമിച്ച് കയറട്ടെ, വിപ്ലവമാണത്, പുരോഗമനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ടോയ്ലറ്റുകൾ നിർമ്മിക്കുകയും എല്ലാ സ്കൂളുകളിലും അത്തരം ടോയ്ലറ്റ് സംസ്കാരം കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആളുകൾ ഇന്നിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ
സിനിമാ ഫീൽഡിലെ സ്ത്രീകൾക്ക് പ്രത്യേകം ടോയ്ലറ്റ് ഇല്ലാത്തത് സ്ത്രീ പീഡനമായിട്ട് അംഗീകരിച്ചിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരുടെയൊക്കെ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പണി കിട്ടി വാങ്ങിച്ച് തന്നിട്ട് പരിഷ്കാരായിരുന്നോ മണ്ടത്തരായിരുന്നോ എന്ന് സൊസൈറ്റിക്ക് തിരിച്ചറിയൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെന്താ വിശ്വാസികൾ പറഞ്ഞത്, ഇത്തരം ടോയ്ലറ്റ് സംസ്കാരങ്ങൾ, ആണിനെയും പെണ്ണിനെയും ഡിവൈഡ് ചെയ്യാത്ത, ഒരു മറ സ്വീകരിക്കാത്ത സംസ്കാരങ്ങൾ പെണ്ണിന് പണി കിട്ടും, ആണിനൊരു പണിയും കിട്ടാൻ പോടില്ല. ജൈവികമായി നോക്കിയാൽ ആണിനത് കുറച്ചും കൂടെ എളുപ്പവും സുഖവും രസമുള്ള കാര്യമാണ്. ഒരു സീറ്റിൽ ഒരു പെണ്ണ് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആണിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ടോയ്ലറ്റിൽ എൻ്റെ ടോയ്ലറ്റിൽ അവളും വന്ന് കയറിയാൽ ഒന്ന് കയറി കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിക്കുന്ന പ്രകൃതമാണ് ആണിൻ്റെത്. പെണ്ണിനാണ് പണി കിട്ടുക. അത് കിട്ടി എന്നാണ് സിനിമാ ഫീൽഡിലെ നമ്മുടെ ഫെമിനിസത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും ഹ്യൂമനിസത്തിൻ്റെയും ഒക്കെ വലിയ കേന്ദ്രമാണല്ലോ. ആ കേന്ദ്രത്തിൽ ആളുകൾ പറയാ, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാത്റൂമോ ഡ്രസ്സിംഗ് റൂമോ ഇല്ലാത്തത് ഞങ്ങളോട് ചെയ്യുന്ന പീഡനാണ്. പരാതിയായി ഒരു കമ്മീഷൻ ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാ നമ്മൾ പറഞ്ഞത്. ഈ പരാതി കുറച്ചു നാള് മഹാരാജാസ് കോളേജിലെ ടോയ്ലറ്റിൽ ആണും പെണ്ണും കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പരാതി. അത് സ്കൂളിലുണ്ടാവും, കലാലയങ്ങളിലുണ്ടാകും, ക്യാമ്പസുകളിലുണ്ടാകും. ഇതാ നമ്മൾ പറഞ്ഞത്, ആണും പെണ്ണും സെപ്പറേറ്റ് ചെയ്യപ്പെടണം. ഇസ്ലാമിന്റെ കൾച്ചർ അത് ഞാനിത് സൂചിപ്പിച്ചത്, നമ്മളത് പറയാൻ പേടിച്ചു തുടങ്ങി. കാരണം എന്താ, പുതിയ കാലത്ത് ആണും പെണ്ണിനൊക്കെ ഇങ്ങനെ തട്ട് തിരിക്കാന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കണ തന്നെ വെടിവെച്ച് കൊല്ലുന്ന സൈസ്, പിന്നെ പിന്തിരിപ്പൻ പാപായിട്ടാണല്ലോ കാണുന്നത്. അല്ല, ഇസ്ലാം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം സൊസൈറ്റിക്ക് ഗുണമുണ്ടാകും. ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കിയാൽ, അത് നടപ്പിൽ വരുത്തിയാൽ സൊസൈറ്റിക്ക് അതിന്റെ ക്ഷതവും ഉണ്ടാകും എന്ന ഈമാൻ ആദ്യം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് അള്ളാഹും റസൂലും ഒരു കാര്യം ഹറാമാണ്, വേണ്ട, സൊസൈറ്റിയിൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ മരണം വരെ വേണ്ട എന്ന പക്ഷത്തായിരിക്കണം നമ്മൾ. അതിനെക്കുറിച്ച് അതിനെതിരെ വാദിക്കാൻ പല പക്ഷങ്ങളും വരും, പല ബുദ്ധിജീവികളും വരും, പിന്നെ ഹ്യൂമനിസ്റ്റുകളും വരും, പലരുണ്ടാവും, പല ഇസ്സത്തിന്റെയും ഒക്കെ ആൾക്കാർ വരും. അതൊക്കെ വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, പണി പിന്നെ കിട്ടും. ആ പണിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ നിയമങ്ങളെ ആദരവോടെയും അഭിമാനത്തോടെയും പ്രതീക്ഷയോടെയും സ്വീകരിക്കുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ അള്ളാഹുവും റസൂലും വരച്ച അതിർവരമ്പുകൾ പവിത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാനുള്ള ഈമാനും ഇൽമും നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവും റസൂലും വരച്ച അതിർവരമ്പുകൾ ലംഘിക്കുന്ന ആളുകളെ വിജ്ഞാനം കൊണ്ട് തടുക്കാനും ചെറുക്കാനും പിറകിലേക്ക് തള്ളുവാനുമുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.